ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മാജിക് അവതരിപ്പിക്കുന്നില്ല. 10 മണി വരെയാണ് ഓഡിറ്റോറിയത്തിൻ്റെ സമയപരിധി. ആ സമയപരിധിക്കകത്തുകൊണ്ട് ഉള്ള 2-3 ഐറ്റംസ് മാത്രം അവതരിപ്പിച്ചു. നമ്മളൊരു പ്രോഗ്രാം ഏറ്റതല്ലേ, അതുകൊണ്ട് ഈ മാജിക് എന്നുള്ള ഈ ഒരു കലാരൂപം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് 2 വാക്ക് മാജിക്കിനെ കുറിച്ച് ഞാൻ പറയുന്നത്. മാജിക്, യു നോ വാട്ട് ഈസ് മാജിക്? മാജിക് എന്ന് വെച്ചാൽ അതൊരു കലയാണ്. വെറും കലയല്ല, അത്ഭുതങ്ങളുടെ കലയാണ്. അതൊരു കലാരൂപമായി നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ് ആദ്യമായി എനിക്ക് നിങ്ങളുടെ മുമ്പ് വയ്ക്കാനുള്ളത്. ഈ കലാരൂപത്തിൽ എന്തെങ്കിലും പാകപ്പഴങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ മാജിക് ആരംഭിക്കും.
സമയത്തിന്റെ പരിമിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ഐറ്റം മാജിക് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻപ് കണ്ടിട്ടുള്ളവരുണ്ട്, പക്ഷെ കുറെ പുതു മുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വളരെയധികം ശ്രദ്ധയോടും കൂടി കണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരു ഐറ്റം കൂടിയേ ഉള്ളൂ. അതിന് 2 ഐറ്റംസ് ആണുള്ളത്. അത് സദ്യം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നുള്ള അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ് ആദ്യമായിട്ട് എനിക്ക് വെക്കാനുള്ളത്. നമ്മുടെ സമയപരിമിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ക്ഷമിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു മാച്ച് കേക്ക് ഞാൻ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അഭ്യർത്ഥന ശ്രദ്ധിക്കുക. ഇവിടെ നേരത്തെ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് 4 ഡയമണ്ട് ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ്. 4 പുള്ളിയിൽ ഡയമണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കാർഡ്. ഈ ഭാഗത്ത് ഒരു ഡയമണ്ട്, ഈ ഭാഗത്ത് 4 ഡയമണ്ട്. പക്ഷേ മാജിക്കിന്റെ തിയറി അനുസരിച്ച് ഇങ്ങനെ തിരിക്കുമ്പോൾ 6 ഡയമണ്ടായി മാറുന്നു. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ 3 ഡയമണ്ടായി മാറുന്നു. ഈ മാജിക്കാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കുക. ഈ ഭാഗത്തേക്ക് മറിക്കുമ്പോൾ 4 ഡയമണ്ട്. ഓക്കെ, ഈ ഭാഗത്തേക്ക് മറിക്കുമ്പോൾ 1 ഡയമണ്ട്. മനസ്സിലായി കാണിച്ചു അവർക്ക്. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഈ ഭാഗത്ത് 6 ഡയമണ്ട്, 4 ഡയമണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. 4 ഡയമണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എത്ര ഡയമണ്ടാ? 5 ഡയമണ്ട്. ഇവിടെ ഒരു ഡയമണ്ട് ഇല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. ഈ 4 പേർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മറച്ചു പിടിച്ചിട്ട് പറയുന്നു, ഇവിടെ ഒരു ഡയമണ്ട് ഇല്ല. അതാണ് മാജിക്. ഉള്ള വസ്തുവിനെ ഇല്ല എന്ന് വരുത്തി തീർക്കുന്നു. അതാണ് മാജിക്. ഈ ഭാഗത്ത് 1 ഡയമണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എത്ര ഡയമണ്ടാ? 2 ഡയമണ്ട്. ഇവിടെ ഉള്ള ഒരു വസ്തുവിനെ ഞാൻ ഇല്ല എന്ന് വരുത്തി തീർക്കുന്നു. ഉള്ള വസ്തുവിനെ ഇല്ല എന്ന് വരുത്തി തീർക്കുന്നു. ഇല്ലാത്ത വസ്തുവിനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. ഇവിടെ 6 ഡയമണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എത്രയാണ്? ഇവിടെ ഇല്ലാത്തൊരു വസ്തുവിനെ ഞാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. 3 ഡയമണ്ട് അല്ല, 2 ഡയമണ്ട്. ശ്രദ്ധിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒരു ഭാഗത്ത് ഇതുപോലെ 4 ഡയമണ്ട് 5 ഡയമണ്ട് അറേഞ്ച് ചെയ്യുക. ഈ ഭാഗത്ത് 2 ഡയമണ്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഇത് മറച്ചു പിടിച്ചിട്ട് പറയാ 4 ഡയമണ്ട്. ഈ ഭാഗത്ത് വെച്ചിട്ട് പറയുമ്പോൾ 1 ഡയമണ്ട്. സത്യത്തിൽ 1 ഡയമണ്ട് അല്ല, 2 ഡയമണ്ട്. ഈ ഭാഗത്ത് 6 ഡയമണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ 6 അല്ല, 5 ആണ്. 3 എന്ന് പറയുമ്പോൾ 3 അല്ല. നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ ഇരിക്കുക. എന്നിട്ട് ഇവിടെ എത്ര ഡയമണ്ടാണ്? 6 ഡയമണ്ട്. 3 ഡയമണ്ട്. മനസ്സിലായില്ലേ? ഇവിടെയോ ആരാണ്? മാജിക് നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതുപോലെ കാർഡ് ഉണ്ടാക്കി നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക. അടുത്ത ഒരാഴ്ച കൂടിയുള്ളൂ. നിങ്ങൾ സദയം ക്ഷമിക്കുക. പരിമിതി മൂലമാണ്, സമയപരിമിതി മൂലമാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങളും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അവസാന ഈ ഇനത്തിലേക്ക് പ്രവേശിക്കട്ടെ.
പ്രൊഫസർ എസ് മലപ്പുറം നല്ലൊരു മാജിക് ഷോ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും